വലിയവനായ ദൈവത്തിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടട്ടെ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏതൊരു കാര്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം കൂടുതൽ കൂടുതൽ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു എങ്കിലും ദൈവം അതിനെക്കുറിച്ച് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മളെ പഠിപ്പിക്കും. എന്നാൽ പഠിക്കാനുള്ള മനസ്സും താഴ്മയുള്ള ഹൃദയവും നമുക്ക് ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് സബ്മിസീവ് ഫെയ്ത്തിനെ കുറിച്ചാണ്. വിശ്വാസത്താൽ ദൈവം വെച്ചിരിക്കുന്ന ആ പരിമിതികളിൽ, ബൗണ്ടറികളിൽ ഒതുങ്ങിയിരിക്കുക. അതിന് വിശ്വാസം നമുക്ക് ആവശ്യമാണ്. വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ അതിരുകളിൽ ഇരിക്കാൻ കഴിയാതെ അതിനെ നമ്മൾ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് പൊട്ടിച്ച് വരുമ്പോഴുള്ള പ്രശ്നം, എന്തിന് ദൈവം ആ അതിരിൽ നമ്മെ ഇരുത്തി, ആ കാലത്ത് നമ്മളെ ഇരുത്തി, ആ പ്രത്യേക അനുഭവത്തിൽ നമ്മളെ ഇരുത്തി? അതിലൂടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യാൻ കഴിയാതെ പോകുന്നു. വീണ്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ അനുദപിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവം വീണ്ടും മറ്റൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ നടത്തും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെയും പൊട്ടിക്കും. പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വരുത്താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ദൈവത്തിന് കൊണ്ടുവരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിക്കാതെ പോകും. ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും വളർച്ച ഇല്ലാതെ പോകുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള താഴ്മയോ സൗമ്യതയോ സ്നേഹമോ കരുണയോ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ പോകുന്നു. ചിലരൊക്കെ എന്നോട് ചോദിക്കാം, എന്താ എനിക്ക് പറ്റിയത്? അപ്പൊ എന്താണ് പറ്റിയത് എന്നറിയണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോകണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും അവിചാരിതമായി സംഭവിപ്പിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ സർവശക്തിയിൽ, സർവാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നമ്മെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് ഒതുങ്ങി നിൽക്കുവാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്ന വിശ്വാസമാണ്. ഫെയ്ത്ത് വിച്ച് വർക്ക്സ് ഡീഡ്സ്. പരിമിതിയിൽ വിശ്വാസം നമ്മളെ ഇരുത്തുമ്പോൾ തന്നെ വിശ്വാസത്താൽ നമ്മൾ ചിലത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കും. ആ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിൻ്റെ പരിധിയിൽ ഇരിക്കുന്ന ആ വിശ്വാസവും പ്രവർത്തിക്കുന്ന ആ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം വളരെ നാരോയാണ്, വളരെ ചെറിയൊരു രേഖയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ തെറ്റിക്കും. ദൈവത്തിൻ്റെ പരിധിയിൽ ഇരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ആ ലൈൻ, ദാറ്റ് ഈസ് വെരി തിൻ. അത് വളരെ തിന്നാണ്, ചെറുതാണ്. അത് നമ്മൾ ശരിയായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളത് തെറ്റിക്കും. നമ്മൾ ഈ പ്രവർത്തിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഏലിയാവിന്റെ ജീവിതമാണ്. ഞാൻ നിങ്ങളോട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-18 അധ്യായങ്ങൾ വായിക്കാൻ പറഞ്ഞു. നിങ്ങളത് വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരാം. ഏലിയാവിന്റെ ജീവിതം തുടങ്ങുകയാണ് 1-ാം അധ്യായത്തിൽ. പരസ്യമായ ജീവിതം. നമ്മൾ പറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതല്ല, ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴൊന്നും ഉണ്ടാകുന്നില്ല. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് 1986-ലോ 87-ലോ ആണെന്ന് തോന്നുന്നു, ഞാൻ പ്രാർത്ഥിച്ച് മഴ നിർത്താൻ ശ്രമിച്ച ഒരു കാര്യം. യോശുവ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ആകാശത്തോടും മേഘത്തോടും ഒക്കെ കൽപ്പിച്ചു മഴ നിൽക്കുക. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മഴ നിന്നില്ലെന്ന് മാത്രമല്ല, കാര്യമായിട്ട് പെയ്തു. സ്തോത്രം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ കൽപ്പിച്ചിട്ട് ആ മഴ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട സമയമാണ്. ഞാൻ പറഞ്ഞിട്ട് ആ മഴയൊക്കെ നിന്നിരുന്നെങ്കിൽ അതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ അഹങ്കരിച്ച് ഞാൻ വീണുപോയേനെ.
പെട്ടെന്നുണ്ടാകുന്നതല്ല വിശ്വാസം എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുക. ഇവിടെ ഒരു ശക്തനായ ഭക്തനായ ഒരു ഏലിയാവിനെ നമ്മൾ കാണുകയാണ്. ആ ഏലിയാവ് നാട്ടിലെ രാജാവിന്റെ മുൻപിൽ നിന്നിട്ട് ദൈവത്തിന്റെ നാവായി അവൻ സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. വളരെ അധികാരത്തോടും വിശ്വാസത്തോടും കൂടെ ഉള്ള പ്രസ്താവന. എന്നാൽ ആ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നമ്മൾ ഇപ്പോൾ ഏലിയാവിനെ പെട്ടെന്ന് കാണുകയാണ്. അതിന് മുൻപുള്ള ചരിത്രമൊന്നും കാണുന്നില്ല. പക്ഷേ ആരും അറിയാതെ ഗിലെയാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാധാരണ ജീവിതം നയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വിശ്വസിച്ച് ദൈവം പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള വിശ്വാസം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഏലിയാവ് ഉണ്ടായിരുന്നു. ആ ഏലിയാവിനെ ഒരുപക്ഷെ ആ നാട്ടിലുള്ള ആളുകൾ അറിയുമെന്നല്ലാതെ ഇസ്രയേലിലുള്ള എല്ലാവരും അറിയണമെന്നില്ലായിരിക്കാം. എന്നാൽ താൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കാൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവ. ഈ സേവിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കധികം പരിചയമില്ലാത്ത ഒരു വാക്കാണ്. എന്നാൽ രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് രാജാവിന്റെ സേവകന്മാരുണ്ടായിരുന്നു. ആ സേവകന്മാർ രാജാവ് പറയുന്ന അനുസരിച്ച് രാജാവിന്റെ ഇഷ്ടം നിവർത്തിച്ച് രാജാവിന്റെ സന്തോഷത്തിനു വേണ്ടി അനുസരണയോടെ ജീവിക്കുന്ന കുറെ ആളുകൾ, രാജസേവകന്മാർ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. തന്റെ നാട്ടിൽ താൻ ആയിരുന്ന സമയത്ത് ദൈവം ഒരുപക്ഷെ ആ നാട്ടിലുള്ള ചില ആളുകളോട് ചില പ്രവചനം പറയാൻ തന്നോട് ആവശ്യപ്പെട്ടിരിക്കാം. താനതനുസരിച്ചു. ഒരുപക്ഷെ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോട്, ഞാൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുകയാണ്, പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു കാണാം, നീ എന്ന് പറ, ഇങ്ങനെ നീ പോയാൽ ദൈവം നിന്നെ അടിക്കും. പക്ഷെ അവൻ ധൈര്യത്തോടുകൂടി അത് ചെയ്ത് കാണുമായിരിക്കാം. അങ്ങനെ പോയി ദൈവത്തെ അനുസരിച്ച് ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ഒരു വലിയ ദൗത്യം, അതായത് ഒരു രാജാവ് ഒരു നാടിന്റെ രാജാവിനോട് നാടിനെ സംബന്ധിക്കുന്ന ഒരു പ്രവചനം പറയാൻ ദൈവം ഏൽപ്പിക്കുക. ഇനി മറ്റൊരു വാക്ക് ശ്രദ്ധിച്ചേ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടായില്ല. സത്യത്തിൽ ഏലിയാവാണോ മഴയെ നിർത്തിയത്? ദൈവമാണോ? ദൈവമാണ് മഴയെ നിർത്തുന്നത്. പക്ഷേ ഈ ഏലിയാവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വാക്ക് തന്റെ വാക്ക് പോലെ കാണാൻ കഴിയുന്നൊരു ബന്ധം. നമ്മള് പിന്നീട് അത് നോക്കും. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, ദൈവവുമായിട്ട് കർത്താവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു ജീവിതം. കർത്താവിനെ കേൾക്കുന്നു, കർത്താവിനെ അനുസരിക്കുന്നു, ചിലപ്പോൾ കർത്താവിനോട് കോപിക്കുന്നു, കോപിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അനുദപിക്കുന്നു. അങ്ങനെ അത്ര ഒരു ക്ലോസ് ആയ ഒരു ബന്ധം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ വാക്ക് ഇത് ആരോടാ പറയുന്നേ? ഇസ്രായേലിന്റെ രാജാവിനോട്. രണ്ട്, എന്താ പറയുന്നേ? നിന്നെ ഞാൻ അനേക രാജ്യങ്ങൾക്ക് ചക്രവർത്തിയാക്കുമെന്നല്ല പറയുന്നത്. രാജാവിനെ സന്തോഷിപ്പിക്കാത്തൊരു കാര്യമാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം കേൾക്കാൻ രസമില്ലാത്ത ചില ആലോചനകൾ മറ്റുള്ളവരോട് പറയാൻ എന്നോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഞാൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് അപകടമില്ലാത്ത വിധത്തിൽ അവതരിപ്പിക്കും. ദൈവം എന്നോട് പറഞ്ഞു നിന്നോട് ഇങ്ങനെ പറയാൻ എന്നൊക്കെ പറയും. കാരണം അഥവാ അടി കിട്ടിയാൽ എനിക്ക് കിട്ടിയത് ദൈവത്തെ അടിച്ചോളണം. വിശ്വാസക്കുറവുണ്ട്. ഇവിടെ ഏലിയാവിന് ദൈവത്തെ അടുത്ത വിശ്വാസമുള്ളതുകൊണ്ട് ഈ പറയുന്ന ദൂത് നല്ല ദൂതല്ലെങ്കിലും ഏലിയാവ് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടേ മഴ പെയ്യൂ. അതായത് ഞാനും കൂടി അതിൽ കുറ്റക്കാരനാണ് എന്നുള്ള വിധത്തിലാണ് ഏലിയാവ് സംസാരിക്കുന്നത്. രാജാവിന് ദേഷ്യം വന്നാൽ എന്നെയും വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ എന്നുള്ള വിധത്തിലാണ് ഏലിയാവ് പറയുന്നത്. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ല. 2-3 വാക്യങ്ങളിൽ പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്താ ഉണ്ടായത്?
നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. നമ്മൾ ഇന്നലെ കണ്ടു, വിശ്വാസത്താൽ ദൈവത്തിന്റെ ബൗണ്ടറിയിൽ നിൽക്കുക. അതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഉണ്ട്. ജിയോഗ്രഫിക്കൽ ബൗണ്ടറി, സ്ഥലപരിമിതിയിലുള്ള ബൗണ്ടറി ഉണ്ട്. ഇപ്പൊ ദൈവം എന്നോട് തിരുവനന്തപുരത്താണ് നിൽക്കാൻ ദൈവം ആവശ്യപ്പെട്ടതെങ്കിൽ ഞാൻ ഹിമാചലിൽ പോയി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത് വലിയ ത്യാഗമോ അനുസരണമോ അല്ല, അനുസരണക്കേടാണ്. നമ്മൾ പലപ്പോഴും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് വളരെ നിസ്സാരമായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓരോരുത്തരും എവിടെ താമസിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. ദേശങ്ങളിലേക്കൊക്കെ ഈ ചേക്കേറി പോകുന്ന കാര്യങ്ങളിൽ തെറ്റോ ശരിയോ എന്നല്ല, ദൈവം അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഏലിയാവ് ഇപ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിലാണ്, അവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പെട്ടെന്ന് ദൈവം പിന്നെ ഒരു ജിയോഗ്രഫിക്കൽ ചേഞ്ച്, സ്ഥലപരമായിട്ടുള്ള ഒരു മാറ്റം കൊടുക്കുകയാണ്. നീ ഇനി ഇവിടെ നിന്ന് പോകണം. എവിടെ പോകണം? കെരീത്ത് തോട്ടിലേക്ക് പോകണം. ഏലിയാവ് വിശ്വാസത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അനുസരണം. വിശ്വാസമുണ്ടെങ്കിൽ അനുസരിക്കാൻ എളുപ്പമാണ്. ഏലിയാവ് കർത്താവിന്റെ വാക്ക് കേട്ട് കെരീത്ത് തോട്ടിലേക്ക് പോകുക. കെരീത്ത് തോട്ടിലേക്ക് പോകുമ്പോൾ ദൈവം അവന് വാഗ്ദത്തം കൊടുക്കുന്നു. എന്താണ്? കാക്ക നിനക്ക് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. വിശ്വസിക്കാൻ പറ്റിയ പാർട്ടി തന്നെ കാക്ക. എന്നോട് ദൈവം പറയാണ്, ബിജു, നീ ഇവിടേക്ക് വിട്ടിട്ട് നീ വടക്കേന്ത്യയിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകണം. എന്നിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഒരു അച്ചായനോട് ചിന്തിക്കുക, 5 പൈസ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല, ഭയങ്കര പിശുക്കനാണ്. അപ്പൊ ദൈവം എന്നോട് പറയാണ്, നിനക്കുള്ള പ്രൊവിഷന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിനക്ക് മാസാമാസം അയച്ചു തരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഏലിയാവിനോട് പറയുന്നത്, കാക്ക കൊണ്ടുവന്ന് തരും. പക്ഷേ ഏലിയാവ് അത് വിശ്വസിച്ച് അങ്ങോട്ട് പോയി. ദൈവം പറഞ്ഞ വാക്കുപോലെ കാര്യങ്ങൾ സംഭവിച്ചു. അതിന്റെ 7ാമത്തെ വാക്യം, ദൈവം പറഞ്ഞിട്ട് ഏലിയാവ് പോയി. 7ാമത്തെ വാക്യം വായിക്കുന്നത്, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ദൈവം സർവശക്തനാണ്, ദൈവമാണ് മഴ പെയ്യിക്കുന്നത്, ദൈവമാണ് മഴ നിർത്തുന്നത്, ദൈവത്തിനെല്ലാം കഴിയും. ആ ദൈവം പറഞ്ഞിട്ട് വന്ന സ്ഥലത്തെ തോടും വറ്റിപ്പോയി. ഏലിയാവിന്റെ വിശ്വാസം പ്രൊവിഷനിലല്ല. നമ്മൾ ഇന്നലെ കണ്ടു, ഏലിയാവിന്റെ വിശ്വാസം ദൈവത്തിലാണ്. പ്രൊവിഷനിലായിരുന്നെങ്കിൽ ഏലിയാവ് കോപിച്ചേനെ. എന്റെ പ്രൊവിഷൻ നിന്നുപോയല്ലോ, എന്റെ വെള്ളം നിന്നുപോയല്ലോ. ഏലിയാവിന്റെ വിശ്വാസം പ്രൊവിഷനല്ല, ഏലിയാവിന്റെ വിശ്വാസം ദൈവത്തിലാണ്. എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏലിയാവിനെ അയക്കുന്നു. ഏലിയാവിന് ദൈവത്തെ വിശ്വാസമാണ്. ദൈവം പറയുന്നത് എന്തും ഏലിയാവ് അനുസരിക്കും. ഏലിയാവ് അങ്ങോട്ട് പോകുന്നു. ഇനി 18ാം അധ്യായത്തിലേക്ക് വരാം. 18ന്റെ 1ാമത്തെ വാക്യം, 3 വർഷം ദേശത്ത് വരൾച്ചയും ക്ഷാമവും. ഇന്നത്തെ കാലമല്ലെന്ന് ഓർക്കണം. ഇന്ന് 3 വർഷം വരൾച്ച വന്നതുകൊണ്ട് രാജ്യമൊന്നും നശിച്ചൊന്നും പോകത്തില്ല. കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നേ ഉള്ളൂ. നമുക്ക് ഡാമുകളൊക്കെ ഉണ്ട്. അന്ന് ഈ ഡാമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അന്ന് പൂർണ്ണമായും മഴയെ ആശ്രയിക്കുകയും കൃഷി പ്രധാന വരുമാന മാർഗമായിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് 3 വർഷം മഴയില്ല. ആഹാബ് വളരെ കോപിഷ്ഠനായി ഏലിയാവിനെ കൊല്ലാൻ നടക്കുക. അപ്പൊ ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ ആഹാബിന്റെ മുൻപിലേക്ക് ചെല്ലുക, നിന്നെ തന്നെ ആഹാബിന് കാണിച്ചു കൊടുക്കുക. അതൊക്കെ നീ പറയും. എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല, കാരണം അവൻ എന്നെ കിട്ടിയാ പിടി ജയിലിടാൻ വേണ്ടി നിൽക്കുക. ഈ ഏലിയാവിന്റെ വിശ്വാസവും ഇന്നത്തെ നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കണം. നമ്മുടെ പല ചോദ്യങ്ങളും നമുക്കുണ്ടാകുന്നത് ഈ വിശ്വാസ കുറവിൽ നിന്നാണ്. നമ്മൾ ഒരുപാട് വീണുപോയി. അന്നത്തെ ദൈവം തന്നെയാണ് ഇന്നത്തെ ദൈവവും. പിന്നെ വിശ്വാസത്തിന് മാറ്റം ഉണ്ടാകണ്ട. ഏലിയാവിന്റെ വിശ്വാസവും അബ്രഹാമിന്റെ വിശ്വാസവും തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത്. യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെ പോലെയുള്ള മനുഷ്യൻ.
ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ ചിന്തിച്ചിരുന്നു പത്രോസ്, യാക്കോബ്, ഏലിയാവ് അവരൊക്കെ അമാനുഷികരാണ്. പിന്നീട് ദൈവവചനം പഠിക്കുകയും കർത്താവിനോട് കൂടെ നടക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായി, ഇല്ല, അവർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ അവരുടെ വിശ്വാസം വളരെ ഉയർന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് പല ചോദ്യങ്ങളും സംശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇവിടെ ഏലിയാവിനോട് പറയണം, നീ രാജാവിന്റെ മുമ്പിൽ ചെന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചൊരു കാര്യം എന്താണ്? ബൗണ്ടറി ഓഫ് ഡെത്ത്. ദൈവം നമ്മൾ എന്ന് മരിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ആ അറിഞ്ഞ ഡേറ്റ്, അല്ലെങ്കിൽ ദൈവം എഴുതിയ ഡേറ്റ്, അറിവിൽ നിന്നാണ് ദൈവം എഴുതിയത്. ദൈവത്തിന്റെ മുന്നറിവിൽ നിന്ന് ദൈവം എഴുതി അന്നേ മരിക്കൂ. ആഹാബിന്റെ വാളിന്റെ വായ്ത്തലയാലാണ് ഏലിയാവ് മരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ അത് സംഭവിക്കും. അല്ല എങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ ഏലിയാവിന് അതിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഏലിയാവ് ആഹാബിന്റെ മുൻപിൽ തന്നെ തന്നെ കാണിക്കാൻ പോയി. 20-ാമത്തെ വാക്യത്തിലേക്ക് വരാം, 18-20. അവിടെ നമുക്കറിയാം ഏലിയാവിന്റെ യാഗം. ഏലിയാവ് ഒരു യാഗം കഴിക്കുക. എന്താ യാഗം? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണോ യഥാർത്ഥ ദൈവം, അല്ല ബാലാണോ തുടങ്ങിയ ഒരു മത്സരം. അപ്പൊ അതിൽ 2 കാളകളെ എടുത്തു. ബാലിന്റെ പ്രവാചകന്മാർക്ക് ഒരു കാളയെ കൊടുത്തു, ഒരു കാള ഏലിയാവ് കൊടുത്തു. എന്നിട്ട് ഈ കാളയെ യാഗപീഠത്തിൽ വെച്ചിട്ട് തീ കത്തിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കണം, അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആരുടെ ദൈവമാണ് തീ ഇറക്കുന്നത്? അവരാണ് യഥാർത്ഥ ദൈവം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏലിയാവിന്റെ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന കാര്യമുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ ഏലിയാവിന്റെ തലത്തിലുള്ള വിശ്വാസം എന്റെ ജീവിതത്തിൽ കാണുന്നില്ല. ആദ്യം ബാലിന്റെ പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഏലിയാവിന്റെ ഊഴം വന്നു. അപ്പൊ ഏലിയാവിന്റെ ഊഴം വന്നപ്പോൾ ഏലിയാവ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ യാഗപീഠം പണിതിട്ട് അതിൽ ഈ യാഗവസ്തു വെച്ചിട്ട് അതിൽ വെള്ളം കോരി ഒഴിക്കും. നമ്മളാണെങ്കിൽ എങ്ങനെയെങ്കിലും കത്തട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കത്താനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഏലിയാവ് എന്ത് ചെയ്തു? ആ യാഗപീഠത്തിൽ വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നതാണ്, ആ വെള്ളം ഒരു തോട് പോലെ ഒഴുകിയെന്നാ പറയുന്നത്. ഒടുവിൽ ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് സ്വർഗത്തിൽ തീയിറക്കി. ഒരു കാര്യം ശ്രദ്ധിക്കുക, യാഗപീഠം പണിതെങ്കിൽ പിന്നെ തീ ഇറങ്ങിയാൽ മതി. പക്ഷെ ഏലിയാവ് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നത് ആക്റ്റീവ് ഫെയ്ത്ത്. വിശ്വാസം മാത്രം പോരാ, വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ഇന്റർസീഡ് ചെയ്യണം. അങ്ങനെ തീ ഇറങ്ങി അത് ദഹിപ്പിച്ചു. അപ്പൊ അവിടെ എനിക്ക് രസമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ദൈവം തീ ഇറക്കിയിട്ട് ആ യാഗവസ്തു മാത്രമല്ല, ആ തോട്ടിലെ വെള്ളം കൂടെ കത്തിച്ചു കളഞ്ഞു. ഏലിയാവിന്റെ വിശ്വാസത്തെ കൂടെ, അധിക വിശ്വാസത്തെ കൂടെ ദൈവം അവിടെ ശ്രദ്ധിക്കുകയാണ്. അത് മാത്രമല്ല കത്തിയത്, അവന്റെ വിശ്വാസ കൂടുതൽ കൊണ്ട് മാനുഷികമായി കത്താതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചത് അതുകൂടെ വറ്റിച്ചു കളഞ്ഞു. ഓക്കെ, ഇനി 41 മുതൽ 46 വരെയുള്ള വാക്യം കൂടി നോക്കാം. ഏലിയാവിന് നല്ല ഉറപ്പാണ് മഴ പെയ്യും. എന്തുകൊണ്ട് ഇത്ര ഉറപ്പെന്നറിയാമോ? ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരു വലിയ മഴയുടെ മുഴക്കം തന്റെ ചെവിയിൽ ഏലിയാവ് കേട്ടു. എന്തുകൊണ്ടാണ് അത്ര വലിയ വിശ്വാസം? കാര്യം, ആ മഴയുടെ മുഴക്കം അവൻ ഹൃദയ കണ്ണുകളിൽ കേൾക്കുന്നു. ദൈവം നമ്മളോട് പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ വിശ്വസിച്ചാൽ, ആ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമാണെങ്കിൽ, ആ കാര്യത്തെ നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട്, ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. അത് നമുക്ക് ആത്മാവിൽ നമുക്ക് സ്പർശിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു ചിന്തയോ ഒരു ഇമാജിനേഷനോ സങ്കല്പമോ അല്ല. ഉദാഹരണത്തിന്, കർത്താവ് രണ്ടാമത് വരും എന്നുള്ള വിശ്വാസം പല തലത്തിലാണ്. എല്ലാവരും കർത്താവ് രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ആ വിശ്വാസം പലരുടെയും പല തലത്തിലാണ്. കർത്താവ് രണ്ടാമത് വരും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ അവന്റെ ജീവിതം നോക്കിയാൽ മതി.
ഈ പുതിയ നിയമ എഴുത്തുകാരൊക്കെ ഈ ലോകത്തിലുള്ള ജീവിതത്തെ അധികം പ്രകീർത്തിച്ചിട്ടില്ല. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്: ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരാനുള്ളത് അത്രേ നമ്മൾ അന്വേഷിക്കുന്നത്. അവർക്ക് നല്ല ഉറപ്പാണ്, ഞങ്ങൾ ഈ ഭൂമിയിൽ തൽക്കാലവാസികളാണ്, ഞങ്ങളുടെ കർത്താവ് രണ്ടാമത് വരും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്? പണത്തെ, വസ്തുക്കളെ, വീടിനെ, കാറിനെ, ഇതിനു വേണ്ടിയൊക്കെ ഇത്രയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോഴും നമ്മുടെ വിശ്വാസം അത്ര ബലപ്പെട്ടിട്ടില്ല. എന്താണ്? നമ്മൾ ഈ ഭൂമിയിൽ തൽക്കാലവാസികളാണ്. പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്: പരദേശികളായ നിങ്ങൾ, പരദേശികളായ നിങ്ങൾ. പരദേശി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി വസിക്കാത്തവൻ, കുറച്ചു കാലത്തേക്ക് താമസിച്ചിട്ട് പോകുന്നു. ഇവിടെ ഏലിയാവിന് മഴയുടെ മുഴക്കം കേൾക്കാം. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവിന്റെ വരവിന്റെ മുഴക്കം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ മുഴക്കത്തിന്റെ ചില പ്രതികരണം ജീവിതത്തിൽ കാണും. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറി പോയപ്പോൾ ഏലിയാവ് കർമ്മേലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഓർക്കണം, മഴയുടെ മുഴക്കം കാതിൽ കേൾക്കുന്ന മനുഷ്യനാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം, വിശ്വാസ കുറവ് കൊണ്ടല്ല ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്, വിശ്വാസ കൂടുതൽ കൊണ്ടാണ്. രണ്ടുമുണ്ട്, നമ്മൾ അതും കൂടി ചിന്തിക്കും. വിശ്വാസ കൂടുതൽ കൊണ്ടുള്ള പ്രാർത്ഥനയും അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുള്ള പ്രാർത്ഥനയും വിശ്വാസ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രാർത്ഥനയും രണ്ടും ഉണ്ട് ബൈബിളിൽ. ഇവിടെ ഏലിയാവ് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, ആക്റ്റീവ് ഫെയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, പ്രവർത്തിക്കേണ്ട വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഏലിയാവിന് അറിയാം മഴ പെയ്യും, കാരണം ദൈവം ഏലിയാവിനോട് പറഞ്ഞു. ഏലിയാവിനോട് ദൈവം പറഞ്ഞു എന്ന് മാത്രമല്ല, അവന് വിശ്വാസം ഉണ്ടായതുകൊണ്ട് ആ മഴയുടെ മുഴക്കം അവന്റെ കാതിൽ അവൻ കേട്ടു. എന്നിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുക. ഇവിടെ പ്രാർത്ഥിക്കുന്നു എന്ന വാക്കില്ല, പക്ഷേ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ 42ാമത്തെ വാക്യം കയറി നിലത്ത് കുനിഞ്ഞ മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്. എന്തിനാണ് ഈ കാലിന്റെ ഇടയിൽ മുഖം കുനിച്ചു വെച്ചത് എന്ന് അറിയില്ല, പക്ഷെ ഒരു എക്സ്പ്ലനേഷൻ ഉള്ളത്, അന്നത്തെ സ്ത്രീകൾ പ്രസവിക്കാനിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു പോസ്ചറാണത്. ആ പ്രസവ വേദനയോടെ ഏലിയാവ് പ്രാർത്ഥിക്കുക. ഇത്ര ഉറപ്പുണ്ടല്ലോ ഏലിയാവിന് മഴ പെയ്യുമെന്ന്, പിന്നെ എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അതിന് ഉത്തരം അറിയില്ല. എന്താണ്? ദൈവം മഴ പെയ്യിക്കും എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പക്ഷെ ബൈബിളിൽ അങ്ങനെ ചെയ്യാനാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ബൈബിളിൽ ചില പാരഡോക്സ് ഉണ്ട്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ വിപരീത സത്യം. ഈ പാരഡോക്സ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ബൈബിൾ മനസ്സിലാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ബലഹീനരെങ്കിലും ശക്തിമാന്മാർ. അതാണ് ഈ പാരഡോക്സ്. ഞങ്ങൾ ബലഹീനരെങ്കിലും ശക്തിമാന്മാർ. ഇന്നലെ നമ്മൾ വായിച്ചൊരു വാക്യത്തിൽ കണ്ടു, സ്മിർന സഭയെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ദരിദ്രരാണ് പക്ഷെ നിങ്ങൾ സമ്പന്നരാണ്. ഇതാണ് പാരഡോക്സ്. ഇവിടെ മഴ പെയ്യിക്കും എന്ന് ദൈവം പറഞ്ഞു, ഏലിയാവിന് ഉറപ്പുണ്ട്, പക്ഷേ ഏലിയാവ് അതിനു വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു. ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്, ദൈവം വെച്ചിരിക്കുന്ന രീതി അങ്ങനെയാണ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. 44ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവിന് ഉറപ്പാണ് മഴ പെയ്യും. ഏലിയാവ് വളരെ പ്രസവവേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് തന്റെ ദാസനോട് ഏലിയാവ് പറയുകയാണ്, നീ ചെന്ന് നോക്കിയേ, മഴ വല്ലതും കാണുന്നുണ്ടോ? കാര്യം ഏലിയാവ് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ ചിലപ്പോൾ അത് കാണാൻ പറ്റത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് തന്റെ ദാസനെ അയക്കുന്നത്. 1ാം പ്രാവശ്യം ഈ ദാസൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, മഴ ഒന്നുമില്ല. 2ാം പ്രാവശ്യം ഏലിയാവ് പറഞ്ഞു, നീ പോയി നോക്ക്. അപ്പൊ അത് എത്ര ദൂരം പോകണമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ 1/2 കിലോമീറ്റർ പോകണമായിരിക്കാം.
മലയുടെ മുകളിൽ ഉള്ള ചെറിയ കാട്ടുപ്രദേശത്തായിരിക്കും ഈ ഏലിയാവ് ഇരിക്കുന്നത്. അപ്പൊ ഏലിയാവിനെ നോക്കിയാൽ കാണത്തില്ല. അതുകൊണ്ടായിരിക്കും നീ ആ മരമില്ലാത്ത സ്ഥലത്തേക്ക് പോയി നോക്ക് എന്ന് പറയുന്നതായിരിക്കാം. അപ്പൊ ഇവൻ 2ാം പ്രാവശ്യവും പോയി നോക്കി, 3ാം പ്രാവശ്യം പോയി നോക്കി. ഒന്ന് ഓർത്തേ, 1ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കണ്ടില്ല, ഏലിയാവ് നിർത്തിയില്ല. എന്തുകൊണ്ടാണ് നിർത്താഞ്ഞേ? ഏലിയാവിന്റെ ഉള്ളിൽ മുഴക്കമുണ്ട്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കാര്യമുണ്ട്, ഒരു കള്ളനെ കണ്ട ഒരു പട്ടി കുരച്ചു. ആ പട്ടിയുടെ കുര കേട്ടിട്ട് നാട്ടിലുള്ള പട്ടികളൊക്കെ കുരച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റു പട്ടികൾ കുര നിർത്തി. പക്ഷെ കള്ളനെ നേരിട്ട് കണ്ട ആ പട്ടി മാത്രം കുര നിർത്തിയില്ല. ഏലിയാവിന്റെ ഉള്ളിൽ ആ മഴയുടെ മുഴക്കം ഉള്ളതുകൊണ്ട് ഏലിയ വീണ്ടും വീണ്ടും അവനെ അയക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അത് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട് അവസാനം, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉത്തരം വന്നില്ല, നമ്മൾ പ്രാർത്ഥന നിർത്തും. വിശ്വാസക്കുറവ് കൊണ്ട് മടുത്തു. പക്ഷെ ഏലിയാവോ 1 അല്ല 2 അല്ല 3 അല്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, ഈ ബാല്യക്കാരൻ എങ്ങനെയായിരിക്കും ഈ ഓരോ പ്രാവശ്യം പോയി വരുന്നത്? നമുക്കറിയില്ല ബാല്യക്കാരൻ ഭക്തനാണോ എന്ന്. ഭക്തനല്ലെന്ന് ചിന്തിച്ചേ, എങ്ങനെയായിരിക്കും? ഇങ്ങേരുടെ കൂടെ ജോലിക്ക് കയറി അപ്പ തുടങ്ങിയതാണ് ഇതുപോലുള്ള പരിപാടി. 3 വർഷമായി ദേശത്ത് മഴയില്ല. അപ്പോഴാണ് പറയുന്നത് മഴ വരുന്നുണ്ടോ നോക്കാൻ. പുള്ളിക്ക് പോയി നോക്കിയാൽ എന്താണ്? 1ാം പ്രാവശ്യമല്ല, 2ാം പ്രാവശ്യമല്ല, 3ാം പ്രാവശ്യമല്ല, 4ാം പ്രാവശ്യമല്ല, 5ാം പ്രാവശ്യമല്ല, 6ാം പ്രാവശ്യവും അവനെ അയച്ചു. വിശ്വാസം. 7ാം പ്രാവശ്യം അവൻ വന്ന് പറഞ്ഞു, മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നു, മഴയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നു. വിശ്വാസത്തിൽ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്, നമ്മളത് ചെയ്യണം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, വിശ്വാസമില്ലാത്തത് കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു, ഇന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് ഡെയിലി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ ഇന്ത്യയിലുള്ള പല ട്രൈബൽ വില്ലേജുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ട്രൈബൽ വില്ലേജിലുള്ള ആളുകൾക്ക് വീട് ശരിയായിട്ട് കാണത്തില്ല, വസ്ത്രം കാണത്തില്ല, മറ്റ് സൗകര്യങ്ങൾ കാണത്തില്ല. പക്ഷെ ഒരു ദിവസത്തേക്കെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം എല്ലാവരുടെയിലും ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. എങ്കിലും കർത്താവ് നമ്മളോട് പറഞ്ഞത് അത് പ്രാർത്ഥിക്കാനാണ്. എന്റെ കയ്യിൽ ഇന്നത്തേക്കുള്ള ആഹാരം ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു മഠയത്തരമല്ലേ, അല്ലെങ്കിൽ ദൈവത്തെ കളിയാക്കുന്നതല്ലേ? അല്ല, അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. കാരണം എന്റെ കയ്യിൽ ആഹാരം ഉണ്ടായിരിക്കുമ്പോഴും എനിക്ക് ആഹാരം തരുന്നത് ദൈവമാണെന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് നിങ്ങൾ എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, അധ്യാപകനായിരിക്കാം, ഒരു സുവിശേഷ വേലക്കാരനായിരിക്കാം, ആര് തന്നെ ആയാലും കൃത്യമായിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു ശമ്പളമോ അലവൻസോ കിട്ടുന്നുണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ശമ്പളത്തെ അല്ലെങ്കിൽ അലവൻസിനെ കാണുന്നത് ആ കമ്പനി തരുന്നതായിട്ടല്ല, ദൈവം എൻ്റെ ആവശ്യത്തിന് വേണ്ടി തരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കമ്പനി എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ നെഞ്ചത്തടിച്ച് കരയാത്തത്. കാരണം ആ കമ്പനിയല്ല എൻ്റെ പ്രൊവൈഡർ, ആ കമ്പനിയല്ല എനിക്ക് നൽകുന്നത്, എനിക്ക് ദൈവമാണ്. എൻ്റെ ദൈവം മരിച്ചിട്ടില്ല, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അപ്പോ ഇന്ന് വേണ്ട ആഹാരം എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന അത് വിശ്വാസത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയുണ്ടല്ലോ, പ്രെയർ ഓഫ് ഗ്രീഡ്, ആർത്തി കൊണ്ടുള്ള പ്രാർത്ഥന. എൻ്റെ ബേസിക് നീഡ്സ് അല്ല, എനിക്ക് ശമ്പളം ഇല്ലാത്തത് കൊണ്ടല്ല,
എനിക്ക് ശമ്പളം ഇനി കൂട്ടിത്തരണേ, ഇനിയും തരണേ, ഇനിയും തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ. അത് വിശ്വാസത്തിൽ നിന്നുള്ള പ്രാർത്ഥനയില്ല. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ദ്രവ്യാഗ്രഹം. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ആഗ്രഹം ദ്രവ്യാഗ്രഹമല്ല, അയൽവക്കക്കാരന്റെ ആഗ്രഹം ദ്രവ്യാഗ്രഹമാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് പണത്തോടുള്ള താല്പര്യം അത് ദ്രവ്യാഗ്രഹമല്ല. അവിശ്വാസികൾ അവരാണ് ദ്രവ്യാഗ്രഹക്കാർ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഒരു വിശ്വാസി പഠിക്കേണ്ട അടിസ്ഥാനപരമായ പാഠം ഇതാണ്. നമ്മള് കർത്താവ് വരുമ്പോൾ മധ്യാകാശത്തിലാണോ വരുന്നത്, അതിന്റെ താഴെയാണോ വരുന്നത്, വരുമ്പോൾ കുതിരപ്പുറത്താണോ വരുന്നത്, അത് ഏത് തരം കുതിര, ഭയങ്കര പഠനമാണ്. ഇസ്രായേലിന്റെ യുദ്ധം എന്ന് തീരും, അതൊക്കെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അത് നടക്കേണ്ട പോലെ നടന്നോളും. പക്ഷെ നമ്മൾ പഠിക്കേണ്ട കാതലായ ചില സത്യമുണ്ട്. അതാണിത്. എന്താണ്? കണ്ടന്റ്മെന്റ്, തൃപ്തി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ടു. പൗലോസ് പറയുന്നു, സമൃദ്ധിയിൽ ഇരിക്കാൻ എനിക്കറിയാം, ഇല്ലാത്തതുപോലെ ഇരിക്കാനും എനിക്കറിയാം, ഏതവസ്ഥയിലും ഇരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. എവിടെ നിന്നാണ് ഗ്രീഡ് ഉണ്ടാകുന്നത്? ഗ്രീഡ് ഉണ്ടാകുന്ന അവിശ്വാസത്തിൽ നിന്നാണ്. നാളത്തേക്കും മറ്റന്നാളത്തേക്കും തലമുറകളിലേക്ക് ഞാൻ കൂട്ടിവെക്കുന്നതിന്റെ കാര്യം എന്താണ്? അഥവാ ദൈവം അവരെ കൈവിട്ടാലും അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണ്ടേ? ദൈവം കൈവിടുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് ഗ്രീഡ് ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രാർത്ഥനകളും നമ്മളൊന്ന് ചിന്തിച്ച്, ഇല്ലാത്തത് കൊണ്ടാണ്. സ്ഥാനമോഹം കൊണ്ടും അത്യാർത്തി കൊണ്ടും ഭയം കൊണ്ടും അസൂയ കൊണ്ടും. ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത് അതുകൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വിലയുള്ളൂ എന്ന് തോന്നുന്നത് എന്താണോ അതാണ് ജീവനത്തിന്റെ പ്രതാപം, ദ പ്രൈഡ് ഓഫ് ലൈഫ്. അപ്പൊ അതും കൂടെ കിട്ടിയാലേ ശരിയാകൂ. അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയല്ല, അവിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. ദൈവം എന്നോട് വ്യക്തമായി അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോ ഏലിയാവിനെ കുറിച്ച് കണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് അങ്ങനെ സംഭവിച്ചോളും എന്ന് ചിന്തിച്ച് പോകാൻ അല്ല ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവം വെച്ചിട്ട് സിസ്റ്റം, രീതി അങ്ങനെയല്ല. ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കത്തില്ലേ? ദൈവം വെച്ചിരിക്കുന്ന രീതി, ദൈവം പറയുന്നു, അതിനുവേണ്ടി ഞാൻ ഇന്റർസീഡ് ചെയ്യും. അത് അവിശ്വാസം കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. ഈ ദൈവം വ്യക്തമായി പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല ഭൗതികമായ കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവം വ്യക്തമായി എന്നോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനമുള്ളതോ ഗുണമുള്ളതോ നഷ്ടം വരാത്തതോ നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നോ ആയ കാര്യങ്ങളാണ്. വ്യക്തമായി ദൈവം എന്നോട് പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ തരും. ദൈവം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മകനെ അമേരിക്കയ്ക്ക് അയക്കും. ദൈവം വ്യക്തമായി എന്നോട് പറഞ്ഞു എൻ്റെ മകനെ ഈ പ്രാവശ്യം മെഡിക്കൽ എൻട്രൻസിന് കിട്ടും. വ്യക്തമായി പറഞ്ഞു. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ദൈവം വ്യക്തമായി എന്നോട് പറഞ്ഞു ബാങ്കിൽ കിടക്കുന്ന 2 ലക്ഷത്തിൽ ഒരു 1.5 ലക്ഷം എടുത്ത് അയാൾക്ക് കൊടുക്കാൻ ദൈവം വ്യക്തമായി എന്നോട് പറഞ്ഞു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞു മകനെ നിനക്ക് പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ തരുന്നില്ല, കാരണം നിന്നെ ഞാൻ ഈ അവസ്ഥയിൽ ഇരുത്തി എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും. സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ദൈവം സംസാരിക്കുന്നതൊക്കെ ഈ ഭൗതിക കാര്യമാണ്. ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തിൽ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് അവർ കാതലായതൊന്നും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് പഠിപ്പിച്ചത് ഇത് നിസാരമായ ജീവിതമാണ്, ഇതിനു വേണ്ടി നിങ്ങൾ
അത്യധ്വാനം ചെയ്യരുത്, എന്ത് തിന്നും എന്ത് കുടിക്കുന്നു എന്നതിനെ കുറിച്ച് വിചാരപ്പെടരുത് എന്നാണ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ അത് വലിയ കാര്യമായിട്ട് എടുത്തു. എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ കൂടെ ഉത്തരം നമുക്ക് പറയാതെ എല്ലാവർക്കും പ്രയോജനകരമായ കാര്യമാണ് ആയതുകൊണ്ടാണ് ഞാനിത് പരസ്യമായി പറയുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചു ദൈവം വെച്ചിരിക്കുന്ന ചില ബൗണ്ടറികളുണ്ട്. അപ്പോൾ ആ ബൗണ്ടറികളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലേ? ഏലിയാവിനോട് ദൈവം കെരീത്ത് തോട്ടിൽ നിന്ന് സറാഫത്തിലേക്ക് പോകാൻ പറഞ്ഞു, സറാഫത്തിൽ നിന്ന് പിന്നെ ആഹാബിന്റെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞിട്ട് ഈ ബൗണ്ടറിയിലെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ചല്ല, അല്ലാതെ അങ്ങനെ ആ ബൗണ്ടറി നമ്മളായിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലേ? അപ്പൊ അതിലൊരു ചോദ്യം മരണത്തെക്കുറിച്ചാണ്. ദൈവം നിശ്ചയിച്ച സമയം നമുക്ക് മാറ്റി ചോദിക്കാൻ പാടില്ലേ? തീർച്ചയായും ചോദിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിച്ചു, ശമരിയരുടെ മേൽ നമുക്ക് തീ ഇറക്കിയാൽ എന്താണ്? അത് പ്രാർത്ഥനയാണല്ലോ, യേശുവിനോട് അവർ ചോദിച്ചതാണല്ലോ. കർത്താവ് പറഞ്ഞ മറുപടി ഉണ്ട്, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? രണ്ടാത്മാവേ ഉള്ളൂ, ഒന്ന് ദൈവാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ്. ശമരിയരുടെ മേൽ തീ ഇറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ദൈവാത്മാവിൽ നിന്നല്ല. അപ്പോ അതും ചോദിക്കാം. എന്നാൽ എന്തിനാണോ ദൈവം എന്നെ ആ പരിമിതിയിൽ വെച്ചിരിക്കുന്നത്, അതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാം, വേണമെങ്കിൽ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാം, വേണമെങ്കിൽ എൻ്റെ ജോലി എനിക്ക് ഇവിടുന്ന് പോയി വേറെ ജോലി എടുക്കാം, വേണമെങ്കിൽ എൻ്റെ ഈ സ്ഥലത്തെ വീട് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ ബുദ്ധിമുട്ട് മാറും. പക്ഷെ എന്തിനെ ദൈവം അവിടെ വെച്ചിരിക്കുന്നു അത് സംഭവിക്കാതെ പോകും. പൗലോസ് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് എടുക്കണ്ട, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. തൻ്റെ ശരീരത്തിലുള്ള ഒരു മുള്ള്, ആ മുള്ളിനെ കുറിച്ച് പൗലോസ് പറയുന്നത്, എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ തന്നു. അവിടെ സാത്താന്റെ ദൂതനായ മുള്ള് അവന്റെ ശരീരത്തിൽ അവനെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തിനു വേണ്ടി ആ മുള്ളു കൊടുത്തത്? ആ മുള്ളു കൊടുത്തത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ. ആ മുള്ള് മാറാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കാം. പക്ഷേ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ആ മുള്ള് ഞാൻ മാറ്റുന്നില്ല, നിന്റെ ബൗണ്ടറി ഞാൻ മാറ്റുന്നില്ല, പക്ഷെ നിന്റെ ബുദ്ധിമുട്ടിൽ നിലനിൽക്കാൻ ആവശ്യമായ കൃപ ഞാൻ നിനക്ക് നൽകാം. പിന്നെ പൗലോസ് പ്രാർത്ഥിച്ചില്ല എന്ന് മാത്രമല്ല, പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, 9-ാമത്തെ വാക്യം, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. നേരത്തെ തനിക്ക് വലിയ ശല്യമായിരുന്ന, തനിക്ക് ബുദ്ധിമുട്ടായിരുന്ന, വെറുപ്പായിരുന്ന ഈ ബൗണ്ടറിയെ കുറിച്ച് ഇപ്പൊ താൻ പറയാണ്. അതായത് ദൈവം പറയണം, ഞാൻ തന്ന ബൗണ്ടറിയാണ് എന്ന് പറഞ്ഞപ്പോൾ പൗലോസിന്റെ മനോഭാവം മാറി അതിസന്തോഷത്തോടെയാണ് താൻ സ്വീകരിക്കുന്നത്. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ 2 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ രാജാവ് മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അപ്പൊ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ, എനിക്ക് കുറച്ചുകൂടെ വയസ്സ് നീട്ടി തരണം. ഈ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്. പൗലോസ് പറയുന്നത്, എനിക്ക് വിട്ടുപിരിഞ്ഞ്, അതായത് മരിക്കുന്നത് വലിയ സന്തോഷമാണ്. കാരണം വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കുന്നു. മരിക്കുന്നതല്ല പൗലോസ് പറയുന്നത്, എൻ്റെ ശരീരം വിട്ടാൽ ഞാൻ കർത്താവിനോടുകൂടി ആയിരിക്കും. പിന്നെ വേറൊരു വിഷയമുണ്ട്, പക്ഷെ ഞാൻ വിട്ടുപിരിഞ്ഞാലുള്ള പ്രശ്നം, എനിക്ക് ചെയ്യാനുള്ള കുറച്ച് ശുശ്രൂഷയുണ്ട്, അത് തികയ്ക്കണം. ഇതിന്റെ ഇടയിൽ ഞാൻ ഞെരുങ്ങുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്റെ ശുശ്രൂഷ തയ്ക്കാൻ വേണ്ടി കർത്താവെ വയസ്സ് നീട്ടി തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട. കാരണം ആ ശുശ്രൂഷ തയ്ക്കുമ്പോൾ മാത്രമാണ് ദൈവം തിരിച്ചു വിളിക്കത്തുള്ളൂ. ഈ യോഹന്നാനെ എന്തിനാ ചെറിയ പ്രായത്തിൽ മരിക്കാൻ ദൈവം അനുവദിച്ചത്? വളരെ ചെറിയ പ്രായത്തിൽ മരിച്ചല്ലോ. ഏകദേശം 33 വയസ്സിൽ 33 വയസ്സിൽ യോഹന്നാൻ സ്നാപകൻ മരിച്ചു. കാര്യം യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ എത്രയേ ഉള്ളൂ? യേശുവിന് വഴിയൊരുക്കാൻ വന്നവനാണ്. വഴിയൊരുക്കി കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ചു. നിങ്ങളുടെ ശുശ്രൂഷ തീരുമ്പോഴേ കർത്താവ് വിളിക്കൂ. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരം കൊടുത്തു.
ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിലും കൊടുക്കുന്ന ഉത്തരങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, എന്തും ചോദിക്കാം. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചോദിച്ച ചില പ്രാർത്ഥനകളാണ്. ഇറച്ചിക്ക് വേണ്ടി ചോദിച്ചു, ദൈവം ഇറച്ചി കൊടുത്തു. പക്ഷേ അത് അവർക്ക് ശാപത്തിന് കാരണമായി തീർന്നു. ഇസ്രായേൽ മക്കൾ രാജാവിനെ ചോദിക്കാം, രാജാവിനെ കൊടുത്തു. പക്ഷെ അത് അവർക്ക് ശാപത്തിന് കാരണമായി തീർന്നു. ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഈ ഹിസ്കിയാവ് തനിക്ക് 15 വർഷം കൂടി കൂട്ടിക്കിട്ടി. അപ്പൊ ഈ 15 വർഷം കിട്ടിയതിനിടയിൽ തനിക്കൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേരാണ് മനശ്ശെ. ഏകദേശം ഹിസ്കിയാവിന് നീട്ടിക്കിട്ടിയ 15 വർഷത്തിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ഈ മനശ്ശെ ജനിക്കുന്നത്. ഇനി നമുക്കത് വായിക്കാം. 2 രാജാക്കന്മാർ 21-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. മനശ്ശെ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അതായത് ഹിസ്കിയാവിന്റെ മകനാണ് മനശ്ശെ. ഹിസ്കിയാവ് നീട്ടി ചോദിച്ച ആ സമയത്ത് ജനിച്ച മകനാണ് മനശ്ശെ. ഹിസ്കിയാവ് ആ സമയം നീട്ടി ചോദിച്ചില്ലായിരുന്നു, ഈ മകൻ ജനിക്കുകയില്ലായിരുന്നു. അപ്പോൾ ജനിച്ച മകനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. മനശ്ശെ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം എലിശ്രേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെപ്സീബ എന്നു പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആര് ചെയ്തു? ഹിസ്കിയാവ് നീട്ടി ചോദിച്ച ആ വർഷത്തിൽ ജനിച്ച മകനായ മനശ്ശെ ചെയ്ത കാര്യങ്ങളാണ്. തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെയ്തതുപോലെ ഒരു അശേര പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചു. ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു. യെരുശലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിൽ അവൻ ജാതീയ വിഗ്രഹങ്ങൾക്കുള്ള ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെ നിയമിക്കുകയും ചെയ്തു. ഇതാരാ ചെയ്യുന്നേ? ഇസ്രായേലിലെ രാജാവാണ്. യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങളുടെ രാജാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത് വായിക്കുന്നത്. യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവന് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്ക് സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സകല ന്യായപ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിന്റെ കാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശം വിട്ടലയുവാൻ ഇടവരുത്തുകയില്ലെന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവൻ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ്ശെ അവരെ തെറ്റിച്ചു കളഞ്ഞു. മനശ്ശെ മാത്രമല്ല തെറ്റിയത്, ആ രാജ്യത്തെ അവൻ തെറ്റിച്ചു. എങ്ങനെ? ദൈവം വെച്ചിരുന്ന മരണസമയത്തെക്കാൾ അധികം കൂടുതൽ ഹിസ്കിയാവ് ചോദിച്ചപ്പോൾ തനിക്ക് ലഭിച്ച മകനെ കുറിച്ചാണ് വായിച്ചത്. ദൈവത്തിന്റെ സമയത്ത് പോകുന്നതല്ലേ നല്ലത്? ഈ പോകാനുള്ള മടി നമുക്ക് മാറ്റാം. എന്താ മടി? ഇപ്പോഴും നമുക്ക് മഴയുടെ മുഴക്കം കേൾക്കുന്നില്ല. സ്വർഗം എന്താണെന്ന് കാണാൻ പറ്റുന്നില്ല. ഈ കണ്ണ് ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ട് വേണ്ട സ്വർഗം ഒന്ന് കാണാൻ. പ്രാർത്ഥന എടുത്തോ? എന്തിനു വേണ്ടി? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി. ഞാനൊക്കെ ആയിരുന്ന സഭയിൽ പണ്ട് പാസ്റ്റർ ഞാൻ ഉപവാസമാണെന്ന് പറയാൻ ഉടനെ പാസ്റ്റർ ചോദിക്കും, എന്താ വിഷയം? എന്തെങ്കിലും ഒരു വിഷയം, ഏത് ഭൗതികമായ പ്രമോഷനോ കല്യാണക്കാര്യമോ വീസയുടെ വിഷയമോ എന്തെങ്കിലും ആയിരിക്കുന്നത് അറിയാം. ഭൗതികമായ കാര്യം, വിശ്വാസത്തിന്റെ കാര്യം എടുക്കുക. എന്തിനാ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നേ? അല്ല, എന്തിനു വേണ്ടി വിശ്വാസം പഠിപ്പിക്കുന്നേ? നീ സ്വപ്നം കാണ്, നിനക്കത് കിട്ടും.
നമുക്കിപ്പോഴും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വിശ്വാസം തുലോം കുറവാണ്. നമ്മുടെ ഉള്ളിൽ ആ മുഴക്കം കേൾക്കുന്നില്ല. കർത്താവിന്റെ കാഹളം മുഴങ്ങുന്നില്ല. കർത്താവ് നമ്മളെ ചേർക്കാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് പണത്തിന്റെ കിലുക്കമാണ് നമ്മൾ കേൾക്കുന്നത്, കാഹളമല്ല കേൾക്കുന്നത്. നമ്മൾ അതിന് ഈ ബാലൻസ് പഠിപ്പിക്കുകയാണ്. കുറെ ലോകവും കുറെ ആത്മീയവും. ഈ ബാലൻസ് എന്നുള്ള വാക്ക് അപകടകരമായ ഒരു വാക്കാണ്. ലോകത്തെയും ദൈവത്തെയും ചേർത്തുള്ള ഒരു പരിപാടി, സിൻക്രിറ്റിസം, ദൈവം അനുവദിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല. നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. നാളെ നമ്മൾ പഠിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായമാണ്. അപ്പൊ കൂടുതൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ വിശ്വാസ കണ്ണുകൾ വളരുന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് പറഞ്ഞില്ലേ, ചോദിച്ചാൽ എന്തും തരാം. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. സംശയമുണ്ടോ? ഇല്ല. എന്തും എന്തും കർത്താവ് പറഞ്ഞ വാക്തത്വമല്ലേ. ഇനി 15-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആർക്ക് കിട്ടുമെന്നാ പറയുന്നത്? ഈ ലോകത്തിന്റെ കാര്യങ്ങളും അന്വേഷിച്ച് ഈ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി ദൈവത്തെ സേവിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ദൈവവുമായിട്ട് കർത്താവുമായിട്ട് ഇടുക്കിച്ചേർന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്ത് ചോദിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പണ്ടൊരു ഭക്തൻ പാടി, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ആ ഭക്തനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണം? ആ ഭക്തൻ പറയും, എനിക്ക് യേശുവിനെ മതി. അങ്ങനെയുള്ള ഒരാൾ ചോദിച്ചാലാണ് കർത്താവ് എന്നും കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ദ്രവ്യാഗ്രഹവും നമ്മുടെ ആർത്തിയും നമ്മുടെ ജഡീകതയും തരാൻ വേണ്ടി അല്ല കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നുണ്ട്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ച ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. കൊലോസി ലേഖനം, എഫേസി ലേഖനം, അവിടെയൊക്കെ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു സഭയിലെ പാസ്റ്റർ വിശ്വാസികൾക്ക് വേണ്ടി എന്തൊക്കെ പ്രാർത്ഥിക്കും? അതുപോലെയാണോ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഒരു കാര്യം മാത്രം പെട്ടെന്ന് നോക്കാം. എഫേസി ലേഖനം ഒന്ന് എടുക്കാം. എഫെസോസിൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ. നിങ്ങളെ ഓർത്തുകൊണ്ട് 17-ാമത്തെ വാക്യം മുതൽ, എഫേസിയർ 1:17 മുതൽ, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരാൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലുള്ള മഹിമാദനം, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവരാരും തന്നെ ഈ ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ ഉള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. വേദോസ്തം പഠിപ്പിക്കുന്നത് ഉമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കും. ഈ ദൈവത്തിന് വലുതല്ലാത്ത കാര്യം ദൈവം എങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു? എൻ്റെ കൊച്ചിനോട് ഞാൻ പറയാണ്, മോളെ എൻ്റെ 1 രൂപ തൊട്ട് കാണാതെ പോയി. അപ്പൊ അവൾക്ക് ഈ ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവളോട് പറയാം, മോളെ യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ നടന്നുകൊണ്ട് നീ അത് നിർത്ത്, ആ പൈസ മൊത്തം ഒന്ന് അന്വേഷിക്കാൻ ഞാൻ അവളോട് പറയും. 1 രൂപ തൊട്ട്, അത് വടക്കേ ഇന്ത്യയിലേക്ക് ഇപ്പോൾ 1 രൂപ തൊട്ട് എടുക്കത്തുമില്ല. എന്റെ കൊച്ചിനോട് പറയാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീ അത് അന്വേഷിക്കുക. പറയോ? ഇല്ല. കാര്യം എന്താ? അത് അത്ര വിലയുള്ളൂ. അതുപോലെ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അത്ര വിലയുള്ളതല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്,
അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്ക്. ജാതികൾ അന്വേഷിക്കുന്നതായ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെ നിനക്ക് ആവശ്യമാണ് അത് ഞാൻ നിനക്ക് തരാം. നീ അതല്ല അന്വേഷിക്കേണ്ടത്. നീ അതിനുവേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നീ ദൈവത്തിന്റെ കാര്യം അന്വേഷിക്കുക, ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റേ കാര്യം നിന്റെ പുറകെ ഞാൻ നിനക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നല്ല, ആവശ്യമുള്ളത് ഞാൻ ആഡ് ചെയ്തോളാം. നമ്മൾ ഇന്ന് കണ്ടത് പ്രവർത്തിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വാസത്തിൽ നമുക്ക് ചെയ്യാൻ ഒരു പങ്കുണ്ട്. അത് അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ച് വിടുകയല്ല. ആ വിശ്വാസത്തിൽ ദൈവം എന്നോട് പറഞ്ഞ കാര്യം പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങളിൽ ഞാൻ ചെയ്യാൻ ദൈവം ചിലത് ആവശ്യപ്പെടും. എനിക്കറിയാം അത് സംഭവിക്കും. എങ്കിലും ഞാനതിൽ ചില ചെയ്യാനുണ്ട്. ചെയ്യാൻ ദൈവമോട് പറഞ്ഞ ഞാൻ ചെയ്യണം. അത് വിശ്വാസക്കുറവുകൊണ്ടല്ല. വിശ്വാസക്കുറവുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, വിശ്വാസം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.